അപ്പോൾ ഇവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതല്ല നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അവർ എങ്ങനെ ഈ വിദ്യാർത്ഥികളെ ഇത്രയും പഠിപ്പിക്കുന്നത്? എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കും. നിങ്ങൾ അറിയാവുന്നവരൊക്കെ പറഞ്ഞു തരണം. പ്രൈവറ്റ് സ്കൂളല്ലേ? പ്രൈവറ്റ് സ്കൂളാണ്. ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ മഞ്ജു തോമസ് ഇല്ലേ? ഇതല്ലേ ഈ ഫോട്ടോ കാണുന്നില്ലേ? ഇത് തന്നെ. ഈ തേവലക്കര കൊല്ലം കായംകുളമാണ്. ഇവിടെയാണ് അവരെ കിട്ടിയിട്ടുള്ളത്. ഇതൊന്നുമല്ല, ഭർത്താവിനെ ചെയ്തേക്കുന്നതാണ്. ഞാൻ ഈ ചില ആൾക്കാർ ഇതിനകത്തെല്ലാം ചോദിക്കുന്നുണ്ട്, ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അവനൊരു പൂഞ്ഞനാണോ, അവൻ എന്തുകൊണ്ട് പ്രതികരിച്ചൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇയാളിട്ട പോസ്റ്റിനകത്ത് നിങ്ങളിട്ട പോസ്റ്റിനകത്ത് ഒരിക്കലും അയാൾ പൂഞ്ഞനൊന്നും അല്ല. ജീവന് പേടിയുണ്ട്. അപ്പൊ എനിക്കാലും ശരി തന്നെ അങ്ങനെ ആയിപ്പോയതാ എന്ന് പറഞ്ഞാൽ നിരന്തരം ഇടി. അവിടെ ശരീരം വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവിടെ ഇവിടൊക്കെ തീ വെച്ച് പൊള്ളിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ടൊക്കെ ദേഹത്ത് വടിവാള് കൊണ്ട് വെട്ടേക്കുന്നത് ഈ സ്ത്രീയാണ്. പല ഭാഗത്തുനിന്ന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ അവരെ ഈ ഭർത്താവിനെ പിടിച്ച് വെളിയിൽ വരെ ഇറക്കിയിട്ടുണ്ട്. ഇറങ്ങി പോടാൻ പറഞ്ഞു. നാട്ടുകാരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ നാട്ടുകാർ ഇറങ്ങിയോണ്ടാണല്ലോ ഇതിപ്പം കുത്തി പൊങ്ങിയത്. ഇതിന് പിന്മാറണം, നിങ്ങളുടെ സംഘടന ഇതിൽ പിന്മാറണം എന്നാണ്. പക്ഷെ തലപോലും ഞങ്ങൾ പിന്മാറത്തില്ല. ഞങ്ങളിത് വഴി കൊണ്ടുണ്ടാ പോലും ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കാതെ ഇറങ്ങത്തില്ല. ഇവർക്ക് എന്തിനു വേണ്ടിയാണ് ഈ ജോലി കൊടുക്കുന്നത്? അവിടെ കുറെ PT ആൾക്കാർ ഇരിക്കുന്നത്. അവര് കമ്മിറ്റി കൂടി ഇവരെ പുറത്താക്കേണ്ടതാണ്. ഞങ്ങളിപ്പോ ഇങ്ങനെ എടുക്കുമ്പോൾ ആലോചിക്കണം, അവരും ഒന്ന് ആലോചിക്കണം. ഈ സ്കൂളുകളിൽ എടുക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് ഒന്ന് ആലോചിക്കണം. ഇനിയെങ്കിലും ഇത് ഇന്നലെ സംഭവിച്ചതാണ്. ഇത് ഒന്നല്ല, പല പ്രാവശ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പല പ്രാവശ്യമായിട്ട് അല്ലല്ല അങ്ങനല്ല നേരത്തെ ഓരോരുത്തർ ഇത് തെളിവില്ലാതെ നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും? അന്ന് പോലെ ഇടപെടുന്നുണ്ട്. പക്ഷെ ഇത് തിരിച്ചാണ് പറയുന്നത്. ഇത് അവരെയാണ് കുറ്റക്കാരാക്കി, ഞങ്ങളെയൊക്കെ കുറ്റക്കാരാക്കൊണ്ടിരിക്കുന്നത്. എന്റെ വീടിന്റെ 1 കിലോമീറ്റർ അപ്പുറം. നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും എന്തൊരു വിഷയം കിട്ടിയാലും നിങ്ങൾ അതെടുത്ത് ബൂസ്റ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ ഇത് പലപ്പോഴായിട്ട് അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ചാനലുകളിലൊക്കെ വാർത്ത വന്നപ്പോഴാണ് നിങ്ങൾ ആ ചാനലുകളിൽ പോസ്റ്റ് ചെയ്തതിന്റെ കാരണം ഞാൻ തന്നെയാണ്. ഈ വീഡിയോ എടുത്ത മാസങ്ങൾക്ക് മുമ്പ് ഇത് അറിയാമായിരുന്നു എന്നുള്ളതാണ്. തെളിവ് വേണ്ടേ? ഞങ്ങൾ ഏകദേശം താങ്കൾ പല വിഷയങ്ങളും എടുത്ത് ചർച്ച ചെയ്യാറുണ്ട്, പല വിഷയങ്ങളും മാധ്യമങ്ങളെ വിളിച്ച് കൂട്ടാറുണ്ട്. എന്നിട്ട് ഈ ഒരു വിഷയം ഇത്രയും നാളായിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് പബ്ലിസിറ്റി അങ്ങനല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. ഒരു തെളിവ് കിട്ടാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ചേട്ടനെ വഴി കൂടെ പോകുന്നു, ഇതാ കള്ളാന്ന് പറഞ്ഞ ചേട്ടനെ പിടിച്ചാലോ? പക്ഷേ അതേ സമയത്ത് തെളിവ് കിട്ടി കഴിഞ്ഞാലോ ചേട്ടൻ കള്ളാണ്. തെളിവ് കിട്ടാതെ ഒരാളെയും കള്ളാന്ന് വിളിക്കരുത്. തെളിവ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് പ്രതികരിക്കണം. പോലീസ് നല്ല രീതിയിൽ നടപടി എടുത്തിട്ടുണ്ട് ഇല്ലയോ? തീർച്ചയായിട്ടും. പക്ഷെ ഇത് പോരാ, അവരെ നല്ല ശിക്ഷയാണ്. ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ മാക്സിമം അകത്തിടണം. ഈ സ്ത്രീ എന്ന ഒരു സ്ത്രീയാണല്ലോ അങ്ങോട്ട് പോവുകയാണ്. ഇതോടെ വരെ അവിടുന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അമ്മായിയമ്മയെന്ന് പറയുന്ന അമ്മയെ പോലെ കാണേണ്ട ഒരു ആളാണ്. അപ്പോൾ അവരും ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നാണല്ലോ വന്നത്. അപ്പോൾ അവരിങ്ങനെ അവരോട് ഇങ്ങനെ ചെയ്തപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് നല്ലൊരു ശിക്ഷ നമ്മൾക്ക് നേടിക്കൊടുക്കണം എന്നാണ്. സ്ത്രീ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു ശാപമായി മാറിയിരിക്കുക. കാരണം ആര് തെറ്റ് ചെയ്താലും നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അമ്മയെ പോലെ കാണേണ്ട ഒരു സ്ത്രീയാണ് തള്ളിയിട്ടത്. അതേപോലെ ആ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ആ കുഞ്ഞിനെ കൊണ്ട് ആ അമ്മയെ നുള്ളിപ്പിക്കുകയോ മേല് നോയിപ്പിക്കുകയോ ചെയ്യുന്നത്. സ്വന്തം മക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ഈ സ്ത്രീക്ക് നാളെ എന്താ വരുന്നതെന്ന് ഇവർ ചിന്തിച്ചില്ല. പക്ഷേ ഇവരൊരു അധ്യാപികയാണെന്ന് പറയുന്നു. ഇവർ ഈ മറ്റുള്ള കുട്ടികൾക്ക് എന്ത് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇവരിൽ നിന്ന് എന്ത് മാതൃകയാണ് കുട്ടികൾ പഠിക്കുന്നത്? ഞങ്ങൾ ഇതിൽ നിന്ന് അതെ പോലീസ് ഇടപെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അറസ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടുന്ന എന്ത് ശിക്ഷയാണോ അതെല്ലാം വാങ്ങിക്കൊടുക്കണം.
രക്ഷപ്പെടാത്ത രീതിയിൽ അവർക്ക് ശിക്ഷകൾ വാങ്ങിക്കൊടുക്കണം. കാരണം ഇനി ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പല അമ്മമാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പാഠമാണ്. അപ്പോൾ ഇനി അത് ഉയർന്നു വരും. ഒരുപാട് അറിയാതെയും അറിഞ്ഞും ഓരോരുത്തർ അമ്മായിയമ്മമാരെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ അത് പുറം ലോകം അറിയാത്തതാണ്. ഇതിപ്പോൾ തെളിവുള്ളതിൻ്റെ പേരിലാണ് ഇതെല്ലാം അംഗീകരിച്ച് അവരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അവർക്ക് അർഹത കിട്ടേണ്ട ശിക്ഷ തന്നെ നേടിക്കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ ഇതിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ അമ്മയെ കാണേണ്ട രീതിയിലല്ല ആ സ്ത്രീ കണ്ടിരിക്കുന്നത്. ഒരു ഭർത്താവിനെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു, അവർ ഒരുപാട് ഇത് ചെയ്തെന്ന് പറയുന്നു. പക്ഷേ ആ കുട്ടികളെ പോലും ആ വഴി തെറ്റിച്ചാണ് ആ പിള്ളേരെ പോലും അവർ പഠിപ്പിച്ചിരിക്കുന്നത്. അവരൊരു അമ്മയാണോ, അവരൊരു സ്ത്രീയാണോ, അതോ മൃഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു.